യന്ത്രസാമഗ്രികളെ ചിലപ്പോഴൊക്കെ ജൈവികത കടന്നുപിടിക്കും. അതപ്പോൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും. നാട്ടുമ്പുറത്തെ വിശേഷങ്ങൾ, ജനനം, കല്യാണം, മരണം, അങ്ങനെ പലതും സംസാരിക്കും. പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ അതൊക്കെ ഇറ്റിറ്റു വീഴുമ്പോൾ കാസറ്റുകൾ നമ്മുടെ തൊട്ടടുത്ത ബന്ധുവായി, സുഹൃത്തായി, ജീവൻ തുടിക്കുന്ന ചേതനയായി മാറ്റപ്പെടും. 1980-90 കാലഘട്ടങ്ങളിൽ ഓഡിയോ കാസറ്റിന് വലിയ സ്വാധീനം ഞങ്ങൾ ഗൾഫിലെ പ്രവാസികളിൽ ഉണ്ടായിരുന്നു. എല്ലാം ഓഡിയോ കാസറ്റുകളിലാണ്. അവിടെ പാട്ടുകൾ, പിന്നെ മതപ്രഭാഷണങ്ങൾ, ധാർമ്മിക പ്രഭാഷണങ്ങൾ, പിന്നെ നാട്ടിൽ നിന്ന് കത്തുകൾക്ക് പകരം കാസറ്റ്, പിന്നെ കത്തുകൾ ആയിട്ട് വരുന്നു. എൻ്റെ തന്നെ അനുഭവത്തിൽ ധാരാളം അങ്ങനെ ഉണ്ട്. നാട്ടിലേക്ക് വരുമ്പോൾ കാലി കാസറ്റുകൾ കണ്ടമാനം കൊണ്ടുവന്ന്, എന്നിട്ട് അതൊക്കെ വീട്ടിലെ പന്നിയും കുട്ടികളും സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാസറ്റുകൾക്ക് നമ്പർ ഇട്ട് അങ്ങനെ കാസറ്റുകളുടെ എണ്ണം പൂർത്തിയാക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തപാൽ ദാമ്പത്യവും കാസറ്റ് ദാമ്പത്യവുമായിരുന്നു ശരിക്ക് അന്നുണ്ടായിരുന്നത്. ആയിരത്തി 1990 മുതൽ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട ഒരു വാദിയിലാണ്, ഗ്രാമപ്രദേശത്തായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പം അന്ന് ഒരുപാട് മലയാളികളായ കാർഷിക മേഖലയിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന നല്ലൊരു വിഭാഗം മലബാറുകാരായ മലയാളികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഏറ്റവും നല്ല ആസ്വാദ്യമായ അവരുടെ പാട്ടുകളും മറ്റും കത്തുപാട്ടുകളായിരുന്നു. കത്തുപാട്ടുകളോട് പ്രത്യേകമായൊരു അഭിനിവേശം അന്ന് ഈ മലബാറുകാരായ നല്ലൊരു വിഭാഗം ആളുകളുടെയും വലിയൊരു ഇഷ്ട പാട്ടായിരുന്നു അത്. ഈ കത്തുപാട്ട് എന്ന് പറയുന്ന അത്രയും ബഹുമാനപ്പെട്ട പ്രിയ ഭർത്താവ് വായിച്ചറിയുവാൻ തുടങ്ങുന്ന പാട്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറുപടിയായി ഉണ്ടായിരുന്ന അബുദാബിയിൽ നിന്നൊരു കത്ത് കിട്ടി എന്നുള്ള പാട്ടും അത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു ഘട്ടമായിരുന്നത്. ഒരു വിഭാഗത്തിന് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് നമ്മുടെ മലയാളത്തിൻ്റെ മണ്ണും മണവും നിറവുമൊക്കെ അവരെപ്പോഴും അവരെ നിഴൽ പോലെ പിന്തുടർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയുണ്ടായിരുന്നു. എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ പിന്നെ ONVയുടെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമറ്റത്തെത്തുവാൻ മോഹം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും അത് ഒരുപാട് വർഷങ്ങളെ പിറകോട്ട് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക്, ബാല്യത്തിലേക്ക്, മഴയും വെയിലുമൊക്കെ ഉള്ള നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ വളരെ സുന്ദരമായ പിന്നെ ഗ്രാമ്യ ഭംഗിയിലേക്ക് എത്രയും പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന അത്രയും നല്ല സ്വാധീനമുള്ള വരികളാണ്. അപൂർവമാണ് അങ്ങനെയുള്ള കാസറ്റുകളൊക്കെ വരാറുള്ളത്. അതൊക്കെ തെരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള റിയാദ് സിറ്റിയിലേക്ക് ഏതാണ്ട് 400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരുപാട് അന്വേഷിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാസറ്റൊക്കെ കിട്ടൂ. അതൊക്കെ അപൂർവങ്ങളായ ചില ആളുകൾ മാത്രമേ അതൊക്കെ പിന്നെ ആസ്വദിക്കാറുള്ളത് തെളിവാണ്. അതത്ര പിന്നെ പ്രാബല്യത്തിലില്ല എന്നുള്ളത്. പിന്നീട് നമ്മുടെ സാധാരണ മിഡിൽ സിനിമാ പാട്ടുകൾക്ക് നല്ല പ്രചാരമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിന് ജാതിയോ മതമോ തരമോ ഒന്നും ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു ഉദാഹരണമാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അത് ഒരു പക്ഷേ ഇത്രയും പിന്നെ ആളുകൾ അതിന് ജാതിയോ മതമോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളും ആസ്വദിക്കുക മാത്രമല്ല അത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുതരം പിന്നെ ഒരു ആർദ്രത അവരുടെ കണ്ണുകളിൽ കാണുവാൻ സാധിക്കും. അവർക്ക് പിന്നെ അവരുടെ കുടുംബത്തോട് അതുപോലെ തന്നെ അവരുടെ സഹധർമ്മിണിയോടൊക്കെയുള്ള അവരുടെ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയൊക്കെ യഥാർത്ഥ ചിത്രം കാണുവാൻ ആ പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ മനോഗതി എത്ര പെട്ടെന്നാണ് മാറുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ്.
70കളിലും 80കളിലും അനേകം കാസറ്റ് കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. പ്രവാസ ലോകത്ത് ഇത്തരം കമ്പനികൾക്കുണ്ടായിരുന്ന സ്വാധീനം ചില്ലറയല്ല. ആദ്യമൊക്കെ കേരളത്തിൽ നിന്നാണ് കാസറ്റുകൾ ഗൾഫിലെത്തിച്ചിരുന്നത്. പിന്നീട് കച്ചവട സാധ്യത മനസ്സിലാക്കി ചെറുതും വലുതുമായ എണ്ണമറ്റ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ കേരളത്തിലും ഗൾഫിലും വ്യാപിച്ചു. കോഴിക്കോട്ടെ ജൂബിലി ഓഡിയോസിന് 3 പതിറ്റാണ്ട് കാലത്തെ സംഗീത പാരമ്പര്യമുണ്ട്. ജൂബിലിയുടെ മാപ്പിളപ്പാട്ട് കാസറ്റുകൾക്ക് ഗൾഫിൽ വലിയ തോതിൽ വിൽപ്പനയുണ്ടായിരുന്നു. സബീന, ഖസീദ, ഹസീന പോലെയുള്ള മാപ്പിളപ്പാട്ട് കാസറ്റുകൾ അന്നത്തെ സംഗീതപ്രേമികൾ മറന്നിട്ടുണ്ടാവില്ല. ഈ കാസറ്റ് ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നത് ഈ ഗൾഫ് മലയാളീസ് പ്രവാസികളിൽ നിന്നാണ്. കാരണം പണ്ട് സമയത്തൊക്കെ അവർ വരുന്ന സമയത്ത്, നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെ കയ്യിലും ഒരു കാസറ്റ് പ്ലെയർ, പോർട്ടബിൾ കാസറ്റ് പ്ലെയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് കാസറ്റുകളും അവർ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും. ഈ TDK, സോണി, ഇതിലൊക്കെയാണ് അവരന്ന് ഈ കാസറ്റുകൾ കൊണ്ടുവരുന്നത്, പാട്ടുകൾ. അതിലും മലയാളവും ഹിന്ദിയും എല്ലാം ഉണ്ടാകും. അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ചോയ്സിലുള്ള സാധനങ്ങളൊക്കെ. അന്ന് ഈ ഗൾഫിൽ കോപ്പിറൈറ്റ് ഇല്ലാതിരുന്ന സമയത്ത് തോംസൺ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അതേപോലെ തന്നെ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഗൾഫ് കൺട്രീസിൽ. അപ്പോൾ ഇവരൊക്കെ ഈ TDK, സോണി ഇമ്പോർട്ടഡ് ജപ്പാൻ കാസറ്റിലാണ് ഇത് റെക്കോർഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ആയിരുന്നു അന്ന്. റെക്കോർഡിൽ നിന്ന് എടുത്തിട്ട് അവർ റെക്കോർഡ് ചെയ്ത് കൊടുക്കലായിരുന്നു അന്ന്. അവർ ടൺ കണക്കിനാണ് ഈ കാസറ്റുകൾ ഒരു ദിവസം അവിടെ ഇറക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ടൺ കണക്കിന്. അപ്പോൾ അത്രയും സെയിലായിരുന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റും മെയിനായിട്ട് മലയാളീസിനും ഈ പ്രവാസികൾക്കൊക്കെ ഈ പാട്ടായിരുന്നു അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പാട്ട് കേൾക്കുക, ജോലി ചെയ്യുക, പാട്ട് കേൾക്കുക, അങ്ങനെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരാണ് നമുക്കിവിടെ കേരളത്തിൽ കാസറ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഈ പൈറേസി കാസറ്റുകളുടെ ഒരു സ്ഥിരം താവളം എന്ന് പറഞ്ഞാൽ എറണാകുളമായിരുന്നു. എറണാകുളമായിരുന്നു കമ്മിറ്റ് ചെയ്തിട്ട് ലോബി മുഴുവൻ എല്ലാ റെക്കോർഡ്സിൽ നിന്നുള്ള എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്തിട്ട് കേരളം മുഴുവൻ നല്ല മാർക്കറ്റിംഗ് ആയിരുന്നു അവർ. ടേപ്പ് റെക്കോർഡറുമായി നാട്ടുവരമ്പിലൂടെ അഭിമാനത്തോടെ നടക്കുന്ന പ്രവാസിയെ നമുക്കോർമ്മകളിൽ സൂക്ഷിക്കാം. മനുഷ്യന്റെ വികാരങ്ങൾ മുന്നോട്ടു പോകുന്തോറും യന്ത്രങ്ങളുടെ വിചാരവും മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു പ്രവാസിയാകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പ്രവാസിയാകേണ്ടി വന്നതാണ് എനിക്ക്. കാരണം ഉപജീവനത്തിന് വേണ്ടി മറുനാടൻ മരുഭൂമികളിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന പ്രവാസിക്ക് അയാൾ അറിയാതെ തന്നെ ഒരുപാട് ഉത്തരവാദിത്ത ഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ജനങ്ങളുമൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ദയനീയ അവസ്ഥ സ്വയം ഏറ്റെടുക്കാൻ എൻ്റെ മനസ്സ് ഒരുക്കമായിരുന്നില്ല. എങ്കിലും പോവേണ്ടി വന്നു. 10-11 വർഷം ഗൾഫിൽ ജീവിക്കേണ്ടതായി വന്നു. ഞാൻ ഗൾഫിൽ പോയ സമയത്ത് നാട്ടുകാരായ ആളുകളുടെ ഇത്തരം അവസ്ഥകൾ സ്വയം അറിയാൻ കുറേ പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ജീവിക്കുവാൻ വേണ്ടി വന്ന ഗൾഫുകാരൻ തിരിച്ചു പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഗൾഫുകാരൻ നാട്ടിലേക്ക് ഇടക്കാലത്ത് ജോലി നിർത്തി നാട്ടിലേക്ക് വന്നാൽ ഇയാൾ എന്തുകൊണ്ട് ഇപ്പോൾ ജോലി അവസാനിപ്പിച്ച് വന്നു എന്ന് സ്വന്തം വീട്ടിലുള്ള ആളുകൾ വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇയാളെ കൊണ്ട് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടില്ല, പൂർത്തിയായിട്ടില്ല. വീട് പണി പൂർത്തിയായിട്ടില്ല. വീട് പണി എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള മറ്റെല്ലാ വീടുകളെയും പോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ആഡംബരപരമായ വീടുകൾ തന്നെ ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം വീടുകൾ ഉണ്ടാക്കാതെ ഇയാളെങ്ങനെ പണി നിർത്തി പോരും? ഇയാൾ രോഗിയാണെങ്കിലും അവശനാണെങ്കിലും പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു ജീവിതം ആരംഭിക്കാനുള്ള അവസ്ഥ നാട്ടുകാരും ബന്ധുക്കളും കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ ഇത്തരം വിഷമങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും പേറുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു അന്ന് അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഓഡിയോ കാസറ്റുകൾ.
അപ്പോൾ നമ്മളൊക്കെ ഈ ഗാനരംഗത്ത് കുറച്ച് പ്രവർത്തിച്ച ആളുകളാണ്. സ്വന്തമായി കുറേ കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ പല പൊതു കാസറ്റുകളിലും ഗാനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ നിന്നുകൊണ്ട് നാട്ടിൽ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൾഫുകാരൻ്റെയും നാട്ടിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുത്തിരുന്നത്. കാസറ്റ് CD-യായും ചിപ്പായും രൂപമാറ്റം നടത്തും. എന്നാൽ കാസറ്റിൽ ചുരുണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ അവസാനിക്കുന്നതല്ല. അന്നത്തെ ഓരോ പ്രവാസിക്കും പറയാനുണ്ട് കറങ്ങുന്ന കാസറ്റുകളുടെ അനേകം സ്മൃതികൾ.